നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ 24 റൗണ്ട് സൂര്യ നമസ്കാരമാണ് ചെയ്യാൻ പോകുന്നത്. ഫോളോ അലോങ് രീതിയിലാണ് ചെയ്തു പോകുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ 3 റൗണ്ട്, 6 റൗണ്ട്, 12 റൗണ്ട് സൂര്യ നമസ്കാരം എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് 24 റൗണ്ട് സൂര്യ നമസ്കാരം നിങ്ങളും എന്നോടൊപ്പം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലൊരു കംപ്ലീറ്റ് ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പതിയെ ഗ്രാജ്വലി അതിൻ്റെ റൗണ്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നിങ്ങൾ യോഗ പ്രാക്ടീസൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ പ്രാക്ടീസിനെ ഇൻറ്റൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സൂര്യ നമസ്കാര കൗണ്ട് കൂട്ടിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി പറഞ്ഞത് ഒരു 24 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്താൽ 300 to 350 കാലറി ബേൺ ചെയ്യാനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എയിം എന്നുള്ളത് 108 സൂര്യ നമസ്കാരയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഗ്രാജ്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാം, സ്റ്റെപ്പ് കൂട്ടിക്കൊണ്ട് വരാം. ആ രീതിയിൽ നമുക്കിന്ന് 24 റൗണ്ട് സൂര്യ നമസ്കാരയുടെ ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് നമ്മൾക്കിത് ചെയ്യാം. ഒരു 21 ഡേയ്സ് വരെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ സൂര്യ നമസ്കാരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കില്ല ചെയ്യുന്നത്. എൻ്റെ ഒപ്പം നിങ്ങൾക്കും ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിൽ കൗണ്ട് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഇത്തിരി കൂടി ഈസി ആയിരിക്കും ചെയ്തു പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം പോയിട്ട് കണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഗ്രാജ്വലി കൗണ്ട് കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അധികം സംസാരിച്ച് വൈകിപ്പിക്കാതെ വേഗം തന്നെ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. കാലുകൾ രണ്ടും ചേർത്ത് കൈകൾ രണ്ടും നെഞ്ചിന് മുന്നിൽ, കൈകൾ കൂപ്പി പിടിച്ച സ്ഥിതിയിൽ നിൽക്കാം. ദീർഘമായി ശ്വാസം എടുത്ത് വിടാം. 3 റൗണ്ട് ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഏകം ഇൻഹേൽ ഹസ്ത ഉത്താനാസന, എക്സേൽ പാദഹസ്താസന. ഇൻഹേൽ റൈറ്റ് ലെഗ് ബാക്ക്, വലത് കാല് പിറകിലോട്ട്. എക്സേൽ ഇടത് കാല് പുറകിലേക്ക്. ഇൻഹേൽ എക്സേൽ അഷ്ടാംഗ, കാൽമുട്ട്, താടി, നെഞ്ച്. ഇൻഹേൽ തലമുകളിലേക്ക്. എക്സേൽ പർവ്വതാസന, കാൽവിരലിലേക്ക് നോക്കാം. ഇൻഹേൽ വലത് കാല് മുന്നിലേക്ക്. എക്സേൽ അടുത്ത കാല് മുൻപിലേക്ക്. ഇൻഹേൽ ഇരു കൈകളും മുകളിലേക്ക്. എക്സേൽ സ്ഥിതി. ഇടതുവശം ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, त्रीणि इन्हेल, चत्वारि एक्सेल, पंचा इन्हेल एक्सेल, षडा इन्हेल, सप्ता एक्सेल, अष्टा इन्हेल, नवा एक्सेल, दशा इन्हेल. स्थिति. सेकेंड राउंड एकम, एक्सेल द्वे, इन्हेल त्रीणि, एक्सेल चत्वारि, इन्हेल एक्सेल अष्टांगा, इन्हेल भुजंगासना, एक्सेल पर्वतासना. इन्हेल വലത് കാല് മുന്നിലേക്ക്. എക്സേൽ ഇടത് കാല് മുൻപിലേക്ക്. ഇൻഹേൽ ഇരു കൈകളും മുകളിലേക്ക്. എക്സേൽ സ്ഥിതി. ഇടതുവശം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക്. ശ്വാസം എടുത്ത് ഇടത് കാല് പിറകിലോട്ട്. ശ്വാസം വിട്ട് വലത് കാല് പുറകിലേക്ക്. ശ്വാസം എടുത്ത് വിട്ട് കാൽമുട്ട്, താടി, നെഞ്ച്. ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് കാൽവിരലിലേക്ക് നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് മുന്നിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത കാല് മുൻപിലേക്ക്.
ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകൾ മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് സ്ഥിതി. തേർഡ് റൗണ്ട്. ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, ത്രീണി ഇൻഹേൽ, ചത്വാരി എക്സേൽ, പഞ്ച ഇൻഹേൽ എക്സേൽ, ഷഡ ഇൻഹേൽ, സപ്ത എക്സേൽ, അഷ്ട ഇൻഹേൽ, നവ എക്സേൽ, ദശ ഇൻഹേൽ, സ്ഥിതി. ഇടതുവശം. ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, ത്രീണി ഇൻഹേൽ, ചത്വാരി എക്സേൽ, പഞ്ച ഇൻഹേൽ എക്സേൽ, ഷഡ ഇൻഹേൽ, സപ്ത എക്സേൽ, അഷ്ട ഇൻഹേൽ, നവ എക്സേൽ, ദശ ഇൻഹേൽ, സ്ഥിതി. ഫോർത്ത് റൗണ്ട്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. ഫിഫ്ത്ത് റൗണ്ട്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. ലെഫ്റ്റ് സൈഡ്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. സിക്സ്ത് റൗണ്ട്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. സെവൻത്ത് റൗണ്ട്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. ലെഫ്റ്റ് സൈഡ്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, അഷ്ട, നവ and ദശ. എയ്ത്ത് റൗണ്ട്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, षडा सप्त
अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश नाइन्थ राउंड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 10th राउंड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 11th राउंड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 12th राउंड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 13th राउंड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 14th राउंड एकं द्वे त्रीणि
चत्वारि पञ्च षड सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश 15th राउंड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश 16th राउंड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश 17th एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश 18th एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश 19th एकं द्वे त्रीणि चत्वारि पञ्च षड सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड सप्त
अष्टा नव दश 20th एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 21th round एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 22nd एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश 2 റൗണ്ട് കൂടിയുള്ളൂ സ്ഥിതിയിൽ നിൽക്കാം एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लेफ्ट साइड एकं द्वे त्रीणि चत्वारि पञ्च षड् सप्त अष्ट नव दश लास्ट राउंड स्थिति एकं एक्सेल द्वे इनहेल राइट लेग त्रीणि एक्सेल लेफ्ट लेग चत्वारि इनहेल एक्सेल अष्टांगा इनहेल भुजंगासना एक्सेल पर्वतासना इनहेल राइट लेग फॉरवर्ड exhale left leg forward inhale ഇരു കൈകളും മുകളിലേക്ക് exhale സ്ഥിതി ഇടതുവശം inhale ഹസ്തോത്താനം exhale പാദഹസ്തം inhale ഇടത് കാല് exhale അടുത്ത കാല് വലത് കാല് inhale exhale കാൽമുട്ട താടി നെഞ്ച് inhale തല മുകളിലേക്ക്
എക്സേൽ ഇൻവേർട്ടഡ് വി. ഇൻഹേൽ കാല് മുന്നിലേക്ക്, അശ്വസഞ്ചാലന. എക്സേൽ അടുത്ത കാല് മുൻപിലോട്ട്. ഇൻഹേൽ ഇരു കൈകളും മുകളിലേക്ക്. എക്സേൽ സ്ഥിതി. ഓക്കെ, ഞാൻ നന്നായിട്ട് വേർത്തു കേട്ടോ. നിങ്ങൾ വേർത്തോ? ഒരുമിച്ച് ചെയ്തവർ വേർത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, റിലാക്സ് ചെയ്യാം. നമുക്ക് ശവാസനയിൽ കിടക്കാം. കാലുകളകത്തി, കൈകളകത്തി, കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കട്ടെ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശരീരത്തെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. കാലുകൾ തമ്മിൽ ഒരു 2 feet ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കട്ടെ. കൈകൾ ശരീരത്തിൽ നിന്നും ഒരു 45 degrees അകത്തി വെക്കാം. കൈപ്പത്തി മുകളിലോട്ട് തിരിച്ചു വെക്കാം. ഹൃദയമിടിപ്പൊന്ന് നിരീക്ഷിക്കുക. ശ്വാസഗതി ഒന്ന് നിരീക്ഷിക്കാം. കംപ്ലീറ്റ് സൈലൻസിൽ റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. തല മുതൽ കാല് വരെ പൂർണ്ണമായിട്ട് ഓരോ മസിലുകളും ഓരോ ജോയിൻസും റിലാക്സ് ചെയ്യട്ടെ. ഹൃദയമിടിപ്പ് ഉയർന്നിരിക്കുന്നത് അറിയാം. അതൊന്ന് ഒബ്സർവ് ചെയ്യുക. സാവധാനം നമുക്ക് ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക് ചെയ്യാം. കാൽവിരലുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. കാൽവിരലുകൾ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. കാൽപാദം, ആങ്കിൾ ജോയിൻസ്, കാഫ് മസിൽസ്, knee joints, thigh muscles, gentle area, buttocks, hip region, lower body complete ആയിട്ട് റിലാക്സ് ചെയ്യുന്നത് അറിയുക. കൂടുതൽ റിലാക്സേഷന് വേണ്ടി അകാര ചാൻഡ് ചെയ്യാം. ദീർഘമായി ശ്വാസം എടുത്ത് വായ തുറന്ന് ആ സൗണ്ട് കൊണ്ട് എക്സേൽ ചെയ്യണം. ഇൻഹേൽ, ശ്വാസം എടുക്കാം. സെക്കൻഡ് റൗണ്ട് ശ്വാസം എടുക്കുക. തേർഡ് റൗണ്ട് ദീർഘമായി ശ്വാസം എടുക്കാം. അകാരയുടെ വൈബ്രേഷൻ ലോവർ ബോഡിയിൽ അറിയുക. ലോവർ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുന്നത് അറിയാം. സാവധാനം നമ്മുടെ ശ്രദ്ധയെ അബ്ഡോമനിലേക്ക് കൊണ്ടുവരാം. അബ്ഡോമൻ മസിൽസ് റിലാക്സ് ചെയ്യുന്നത് അറിയുക. അവിടെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അറിയുക. ഡയഫ്രത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ഡയഫ്രം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ചെസ്റ്റ് റീജിയൻ, നമ്മുടെ ലങ്സ്, ഹാർട്ട് പ്രോപ്പറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതിനാവശ്യത്തിനുള്ള റിലാക്സേഷൻ കിട്ടുന്നത് അറിയുക. കൈവിരലുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. കൈവിരലുകളൊന്ന് അനക്കി കൊടുക്കുക. കൈവിരലുകൾ റിലാക്സ്ഡ് ആണ്. കൈപ്പത്തി, റിസ്റ്റ് ജോയിൻസ്, ഫോർആം, കൈമുട്ടുകൾ, ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്പ് മസിൽസ്, ഷോൾഡർ ജോയിൻസ്, ഷോൾഡർ ബ്ലേഡ്സ്, അപ്പർ ബാക്ക്, മിഡിൽ ബാക്ക്, ലോവർ ബാക്ക്, ടെയിൽ ബോൺ. സ്പൈനിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. സ്പൈൻ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുന്നത് അറിയാം. കൂടുതൽ റിലാക്സേഷന് വേണ്ടി
ഉഗാര ചാൻഡ് ചെയ്യാം. ഇൻഹേൽ ഡീപ്ലി. Second round inhale. Third round ശ്വാസം എടുക്കാം. ഉഗാരയുടെ വൈബ്രേഷൻ മിഡിൽ പാർട്ടിൽ അറിയുക. മിഡിൽ പാർട്ട് റിലാക്സ്ഡ് ആണ്. സാവധാനം നമ്മുടെ ശ്രദ്ധയെ നെക്ക് മസിൽസിലേക്ക് കൊണ്ടുവരാം. കഴുത്തിലെ പേശികൾ പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആണ്. താടിയെല്ലുകൾ, ലോവർ ലിപ്സ്, അപ്പർ ലിപ്സ്, വായുടെ ഉൾഭാഗം, ലോവർ പല്ലറ്റ്, അപ്പർ പല്ലറ്റ്, ഇരുകവിളുകൾ, കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഐബ്രോസ് റിലാക്സ് ചെയ്യുന്നത് അറിയുക. നെറ്റിയുടെ വലതുഭാഗം, നെറ്റിയുടെ ഇടതുഭാഗം, തലയുടെ ഉച്ചിഭാഗം, തലയുടെ പിൻഭാഗം, ഇരുചെവികൾ, ഹെഡ് റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുന്നത് അറിയുക. കൂടുതൽ റിലാക്സേഷന് വേണ്ടി മകാര വിത്ത് ക്ലോസ്ഡ് മൗത്ത്, ദീർഘമായി ശ്വാസം എടുത്ത് വായടച്ചുകൊണ്ട് മാ സൗണ്ട് കൊണ്ട് എക്സേൽ ചെയ്യാം. ഇൻഹേൽ. Second round. Third round. മകാരയുടെ വൈബ്രേഷൻ ഹെഡ് റീജിയനിൽ അറിയുക. ഹെഡ് റീജിയൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. തല മുതൽ കാല് വരെ ശരീരം പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യുന്നത് അറിഞ്ഞവിടെ റിലാക്സ് ചെയ്ത് കിടക്കുക. 2 മിനിറ്റ് ശവാസനയിൽ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് കിടക്കാം. ആവശ്യത്തിന് റിലാക്സേഷൻ എടുത്തു കഴിഞ്ഞാൽ കൈകളും കാലുകളും ചേർത്ത് ഒരു വശം ചരിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരിക. ഒറ്റയടിക്ക് ചാടി എഴുന്നേക്കാതെ ഒരു വശം ചരിഞ്ഞ് നമുക്ക് എഴുന്നേറ്റിരിക്കാം. 1 മിനിറ്റ് സൈലൻസിലിരിക്കാം. ശരീരത്തിന് വരുന്ന വ്യത്യാസങ്ങൾ നിരീക്ഷിക്കുക. ശ്വാസഗതി സാധാരണ രീതിയിലായതറിയാം. ഹൃദയമിടിപ്പ് സാധാരണഗതിയിലേക്ക് വന്നതറിയുക. ഓരോ സെല്ലുകൾ എനർജൈസ്ഡ് ആയതും റീവൈറ്റലൈസ് ആയതും അറിയാം. എത്ര നേരം ആ സൈലൻസിൽ തുടരാൻ സാധിക്കുമോ തുടരാവുന്നതാണ്. സാവധാനം യോഗ നമസ്കാരത്തോടുകൂടി എൻഡ് ചെയ്യാം. കൈകൾ പുറകിൽ കൂട്ടി ശ്വാസം എടുത്ത് തല ഉയർത്താം. കൊണ്ട് മുന്നിലോട്ട് കുനിയുക. ശ്വാസം എടുത്ത് ഉയർന്നു വരാം. ഇരു കൈകളും കൂട്ടി ആ ചെറിയ ചൂട് കണ്ണിന് മുകളിൽ മുഖത്തായി വെച്ച് സാവധാനം കണ്ണുകൾ തുറക്കാം. നമസ്തേ. കുറച്ച് പേരെങ്കിലും എൻ്റെ ഒപ്പം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം ചിലർക്കെങ്കിലും. 108 സൂര്യ നമസ്കാരം വരെ ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവാം.
അതിൻ്റെ ഒരു എനർജി നമ്മൾക്കത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് സ്പീഡ് കൂട്ടി ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേസിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പേസാണ് ഇഷ്ടമായിട്ടുള്ളത്. ഓരോ പോസിലും മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാതെ പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. നിങ്ങൾക്ക് സ്പീഡിൽ റിപ്പീറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പേസ് എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മൾ ഈ ഒരു പ്രാക്ടീസിലേക്ക് വരുന്നത്. അതിന് ടൈം എടുത്ത് ഗ്രാജ്വലി നിങ്ങളുടെ ശാരീരിക അവസ്ഥകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് മാത്രമാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും കണ്ടിട്ടുള്ളവർ എന്തായാലും ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ 108 സൂര്യ നമസ്കാര എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്കാണ്. മെയിനായിട്ട് വെയിറ്റ് ലോസ് എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ സ്റ്റാമിന, നമ്മുടെ എനർജി, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിലോട്ടാണ് എൻ്റെ ഒരു എയിം ഇപ്പോൾ പേഴ്സണലി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഓൾറെഡി എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓൺലൈൻ യോഗ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂം ആപ്പിൽ ലൈവായിട്ടാണ് സെഷൻസ് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കംഫർട്ടായിട്ടിരുന്ന് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാമറ ഉള്ള ഒരു ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണം. അതേപോലെ സൂമിലാണ് നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കംഫർട്ടബിളായിട്ട് ആ ഫോൺ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഇത്രയുമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടത്. നിങ്ങൾ എവിടെ ഏത് സ്ഥലത്തുള്ളവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് മന്ത് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഇതുപോലുള്ള യോഗ റിലേറ്റഡ് വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനടുത്ത് വരുന്ന ബെല്ലൈക്കനും അതിനടുത്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.